ഹായ്, ഞാൻ നാസർ ഫ്രം മോട്ടോറിസം. ഡൽഹിയിൽ 10 വർഷം കഴിഞ്ഞ ഡീസൽ വാഹനങ്ങൾക്കും 15 വർഷം കഴിഞ്ഞ പെട്രോൾ വാഹനങ്ങൾക്കും ഇന്ധനം നൽകുന്നില്ല എന്നൊരു ന്യൂസ് എല്ലാവരും കേട്ടിട്ടുണ്ടോ? വളരെ ജെന്യൂൻ ആയിട്ടുള്ള ന്യൂസാണ്. പക്ഷേ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരാളുടെ വീഡിയോ കാണാൻ സാധിച്ചു. 10 വർഷം കഴിഞ്ഞ വാഹനങ്ങൾക്കൊക്കെ ചാകര വിലയിൽ വാഹനങ്ങൾ ഡൽഹിയിൽ അവൈലബിൾ ആണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡൽഹിയിലേക്ക് പറഞ്ഞോ എന്നുള്ള ഒരു ന്യൂസ്. ഇത് വളരെ ഫേക്ക് ആയിട്ടുള്ളൊരു ന്യൂസാണ്. കാരണം ഒരു വർഷം മുന്നേ തന്നെ ഡൽഹി രജിസ്ട്രേഷനുള്ള 10 വർഷം കഴിഞ്ഞ ഡീസൽ വാഹനങ്ങൾക്കും 15 വർഷം കഴിഞ്ഞ പെട്രോൾ വാഹനങ്ങൾക്കും NOC ഇഷ്യൂ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുന്നേ തന്നെ എല്ലാ വാഹനങ്ങളും 90%, 99% വാഹനങ്ങളും ഡൽഹി രജിസ്ട്രേഷൻ, ഡൽഹി ആ ഒരു റീജിയൻ്റെ ഏരിയയിലുള്ള വാഹനങ്ങൾ മുഴുവൻ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. ഇനി കുറഞ്ഞ വാഹനങ്ങൾ ഒരു 1%, 2% വാഹനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് ഡൽഹി രജിസ്ട്രേഷനിലുള്ള വാഹനങ്ങളല്ല, ഡൽഹി റീജിയനുമായിട്ട് ബന്ധപ്പെട്ട് HR UP രജിസ്ട്രേഷനുകളിലുള്ള വാഹനങ്ങളാണ്. ഈ വാഹനങ്ങൾക്ക് അവരുടെ സംസ്ഥാനങ്ങളിൽ പെട്രോൾ നൽകുന്നതിന് ഓടുന്നതിന് യാതൊരു പ്രയാസമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ 10 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ലഭിക്കും എന്ന് പറഞ്ഞ് പരത്തുന്ന ഈ ഒരു ന്യൂസ് വളരെ വളരെ ഫേക്കാണ്. കാരണം ആളുകൾ ഇത് കേട്ടിട്ട് ഡൽഹിയിലേക്ക് ഓടി വന്ന് അവരുടെ യാത്രാ ചെലവും നിൽക്കാനുള്ള ചെലവും നഷ്ടപ്പെടുമെന്നല്ലാതെ അവർക്ക് വാഹനങ്ങൾ ലഭിക്കാൻ പോകുന്നില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൂടെ. ഞാനിപ്പോൾ ഡൽഹിയിലാണുള്ളത്. ഈ ഒരു ന്യൂസ് എത്രയും പെട്ടെന്ന് ആളുകളിലേക്ക് ഷെയർ ചെയ്യണം. കാരണം വളരെ ഫേക്ക് ആയിട്ടുള്ള ന്യൂസാണ്. 10 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ഡൽഹിയിൽ അവൈലബിൾ അല്ല. ഇപ്പോൾ ഡൽഹിയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ 17, 18, 19, 20 മോഡലുകളുള്ള വാഹനങ്ങളാണ്. 15 രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്, വളരെ റയറായിട്ട് മാത്രം. ഇത്തരം വാഹനങ്ങൾ തന്നെ ലഭിക്കുന്നത് UP, HR, മറ്റ് സംസ്ഥാനങ്ങൾ, ഉത്തരാഖണ്ഡ് രജിസ്ട്രേഷനിലുള്ള വാഹനങ്ങൾ, ഡൽഹി റീജിയനിലുള്ള വാഹനങ്ങളാണ്. അത് നമുക്ക് NOC ഇഷ്യൂ ആയി കിട്ടും. അവർക്ക് പെട്രോൾ അവരുടെ സംസ്ഥാനങ്ങളിൽ ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആ വാഹനങ്ങളൊന്നും നമുക്ക് വില കുറച്ച് കിട്ടാനും പോകുന്നില്ല. കേരളത്തിൽ വില കുറയണമെന്നുണ്ടെങ്കിൽ, ഡൽഹിയിൽ വില കുറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലും ആനുപാതികമായിട്ട് വാഹനങ്ങളുടെ റേറ്റ് കുറയും. കാരണം ഒരു ഡീലറോ 2 ഡീലറോ 10 ഡീലറോ അല്ല കേരളത്തിലുള്ളത്, ഡൽഹിയിൽ വന്നിട്ട് ബിസിനസ് ചെയ്യുന്നവരുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന റേറ്റ് അല്ല റേറ്റ് വേരിയേഷൻ എന്നുള്ള ഹാക്ക് സത്യം മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യാൻ തോന്നിയ കാരണം എന്താ വെച്ചാൽ രാവിലെ മുതൽ എനിക്ക് നിറയെ കോളുകളാണ്. നാസർക്ക, ഡൽഹിയിൽ റേറ്റ് കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു, സത്യമാണോ? ഇതിന് മറുപടി ആയിട്ട് നിങ്ങളൊരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞു ഒരുപാട് ആളുകളാണ് എന്നെ നേരിട്ട് വിളിച്ചത്. അതുകൊണ്ടാണ് ഒരു വീഡിയോ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ. ബൈ.